എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നാളെ, അതായത് 2026 ജൂൺ മാസം 15-ാം തീയതി തിങ്കളാഴ്ച ദിവസം നമ്മുടെ ആകാശമണ്ഡലത്തിൽ വളരെ അപൂർവവും നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും ഗുണകരവുമാകുന്ന ഒരു ആകാശ വിസ്മയം സംഭവിക്കാൻ പോകുന്നുണ്ട്. ശനി അമാവാസിക്ക് ശേഷമുള്ള ആദ്യ ചന്ദ്രദർശനമാണ് സംഭവിക്കാൻ പോകുന്നത്. ജ്യോതിഷശാസ്ത്രപ്രകാരം ചന്ദ്രൻ എന്നാൽ കേവലം ഒരു ഉപഗ്രഹം മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ കാരകനായ ഗ്രഹമാണ്. അതായത് ചന്ദ്രമാ മനസോ ജാതഃ എന്നാണ് പ്രമാണം. നാളെ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ, കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റോടെ പടിഞ്ഞാറൻ ആകാശത്ത് തെളിയുന്ന ആ കുഞ്ഞു ചന്ദ്രക്കല അത് വെറുമൊരു കാഴ്ച മാത്രമല്ല, അത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു വലിയ ഗ്രഹമാറ്റത്തിൻ്റെ തുടക്കമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ചന്ദ്രദർശനം ഇത്രയധികം ഗുണകരമാകുന്നത് എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വരും. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഇതിൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് എന്നതും നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ വളരെ സത്യസന്ധമായി ആഴത്തിലുള്ള ഒരു വിശകലനം നമുക്കിതിലൂടെ മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായി കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ചന്ദ്രദർശനത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത് എന്ന കാര്യമാണ്. അതായത് നമ്മൾ കടന്നുപോയത് ഒരു ശനി അമാവാസിയിലൂടെയാണ്. രാഹുകേതുക്കളുടെയും ശനിയുടെയും സ്വാധീനം മൂലം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പലരുടെയും മനസ്സിൽ ഒരുതരം ശൂന്യത, അതല്ലെങ്കിൽ അനാവശ്യ ഭയം, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തതായ അവസ്ഥ, ഇതൊക്കെയും ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ നാളെ ചന്ദ്രൻ സൂര്യൻ്റെ പ്രഭയിൽ നിന്നും മാറി സ്വന്തം ശക്തി വീണ്ടെടുത്ത് പുറത്തേക്ക് വരികയാണ്. അതിനാൽ തന്നെ ഈ വിഷമങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് മനസ്സിന് തെളിച്ചം വരും, ചിന്തകൾക്ക് കൃത്യത വന്നു ചേരും, തടസ്സപ്പെട്ടിരുന്ന ധനാഗമന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതുമാണ്. ഇതൊക്കെയും ഈ ഗ്രഹാവസ്ഥ ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതിനാലാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നാളെ തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ നാളെ ചന്ദ്രദർശനം വരുന്നത് ഇതിൻ്റെ ഗുണഫലം ഇരട്ടിയാകുന്നതിനും സഹായിക്കും. അതിൻ്റെ കാരണം തിങ്കൾ ചന്ദ്രൻ്റെ സ്വന്തം ദിവസമായത് കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് കടക്കേണ്ടത്. അതായത് ഈ ചന്ദ്രദർശനത്തിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക കർമ്മമേഖലാ നേട്ടങ്ങൾ, മുന്നേറ്റങ്ങൾ വരാൻ പോകുന്ന ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ രാശി മേടം തന്നെയാണ്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ഈ ചന്ദ്രദർശനത്തോടെ അപ്രതീക്ഷിതമായ ധനലാഭത്തിനായുള്ള വഴികളായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. മനസ്സിനെ ബാധിച്ചിരുന്നതായ അസ്വസ്ഥതകൾ മാറുകയും പുതിയ ആശയങ്ങൾ, അത് ബിസിനസ് ആകട്ടെ, അല്ലാതെ നിങ്ങളുടെ ഏത് മേഖലയാണോ കർമ്മമേഖലയായി മാറുന്നത് ആ മേഖലയിലും പുതിയ ആശയങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നതാണ്. കടബാധ്യതകൾ തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യവും ഈ ദിവസത്തിന് ശേഷം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. ഇനി അടുത്ത രാശി മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയാണ്. നിങ്ങൾക്കും സമൂഹത്തിൽ വിലയും നിലയും വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് തുടങ്ങുന്നത്. കർമ്മമേഖല, നിങ്ങളുടെ ജോലിസ്ഥലത്തും വലിയ അംഗീകാരങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തിക്ക് അംഗീകാരം ലഭിക്കുക എന്നത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് ഇതുവരെ ഒരു അംഗീകാരം ഉണ്ടാവുക, ആരുടെ നിന്ന് ധനപരമായ അംഗീകാരമോ അല്ലെങ്കിൽ പ്രശസ്തി പത്രമോ ലഭിക്കണമെന്ന് മാത്രമല്ല, വാക്കുകൾ കൊണ്ടുപോലും ഒരു സന്തോഷം ലഭിക്കാതിരുന്നാൽ പിന്നെ അതും നമുക്ക് മനസ്സിന് ഒരുപാട് വിഷമം നൽകുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നാളത്തെ ദിവസം മുതൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കൃത്യമായ അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ തേടി വരികയും തൊഴിലില്ലാതെ വിഷമിച്ചിരുന്നതായ ആളുകൾ, തൊഴിൽ രഹിതരായ ആളുകൾക്കും പുതിയ ജോലിക്കുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കാനും ഈ ഒരു ഗ്രഹമാറ്റം നിങ്ങൾക്ക് സഹായകമാകുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരുടെ കാര്യത്തിലും കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ കർമ്മമേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ നാളത്തെ ചന്ദ്രദർശനത്തോടെ പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കും.
അതായത് ജോലിയിലും ഏതെങ്കിലും വിധത്തിൽ ജോലി തൽക്കാലത്തേക്കൊന്ന് നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ് ആകെ ഒരു മുന്നോട്ട് പോകാൻ കഴിയാതെ നിർത്തിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഏതായാലും മനസ്സിൽ കൃത്യമായ ആശയങ്ങൾ വരികയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പണ്ടത്തേക്കാൾ നല്ല വേഗതയിൽ മുന്നോട്ട് പോയി ഭാഗ്യമായി മാറുന്ന ഒരു സമയം കൂടിയാണ്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയം. ഇവിടെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് വളരെ സത്യസന്ധമായി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ജ്യോതിഷം എന്നത് അന്ധമായ ഒരു വിശ്വാസമായിട്ട് കണക്കാക്കരുത്, മറിച്ച് പ്രകൃതിയുടെ ഊർജ്ജ വ്യതിയാനങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നതാണ്. അതായത് ആ തിരിച്ചറിയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രാശിക്കാർക്ക് ഭാഗ്യം വരും എന്ന് ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കരുതി ലോട്ടറി അടിക്കൂ എന്നല്ല ഇതിൻ്റെ അർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ തടസ്സങ്ങൾ മാറും. അതുപോലെ ബുദ്ധിപൂർവ്വം ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കും എന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല നാളത്തെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ നാളത്തെ ആ ഭാഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷ്യപ്രഭു ആകാം എന്നതല്ല ഇവിടെ പറയുന്നത്. ഓരോ ജ്യോതിഷപരമായ വീഡിയോയിലും അന്ധവിശ്വാസമായിട്ടല്ല ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, മറിച്ച് പ്രകൃതിയുടെ ഒരു ഊർജ്ജ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്നതായ ഗ്രഹമാറ്റങ്ങളുടെ ഒരു അവലോകനമാണ് നിങ്ങളിലേക്കായി കൊണ്ടുവരുന്നത്. അപ്പോൾ ആരെയും ഇത് ഒറ്റ ദിവസം കൊണ്ട് മഹാപ്രഭുവാക്കി അല്ലെങ്കിൽ കോടീശ്വരനാക്കി മാറ്റാം എന്നൊന്നും ഒരു ഗ്രഹമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സാധിച്ചെടുക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് പ്രധാന മാറ്റങ്ങളായിരിക്കും ദൃശ്യമാവുക എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. അതിന് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള കൃത്യമായൊരു ഉൾക്കാഴ്ചയായിരിക്കും ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് മനസ്സിലാക്കുക. പിന്നെ വളരെ കാലമായി നീണ്ടുപോയ വിവാഹ കാര്യങ്ങളുണ്ടാകുമല്ലോ. ഒരുപാട് ആലോചനകൾ നടത്തിയിട്ട് ഒരെത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുന്ന, വിവാഹം വൈകി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ വീട് പണി ഒന്ന് പാതി വഴിയിലായ ആളുകൾക്കൊക്കെ അനുകൂലമായൊരു മാറ്റം പെട്ടെന്ന് തന്നെ ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുന്നതായ ഒരു അവസ്ഥ കൂടി ഇവിടെ സംജാതമാകും. അതേപോലെ തന്നെ ഒരു ജോലിക്ക് ശ്രമിച്ച് അത് മുടങ്ങിപ്പോയി, വേറെ ഒന്നിനും ശ്രമിച്ചു, അത് മുടങ്ങി, ഒന്ന് രണ്ടെണ്ണം ആയി കഴിയുമ്പോൾ തന്നെ ചില ആളുകൾ മനസ്സുകൊണ്ട് ഒരുപാട് ഒരു മടുപ്പെന്ന അവസ്ഥയിലേക്ക് മാറി. ഇനി ജോലിയെ വേണ്ട, എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സ്വയമേവ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുത്തുന്ന ഒരു ഗ്രഹമാറ്റം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഗുണങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ചില മുൻകരുതലുകൾ കൂടി എടുത്താലേ ജ്യോതിഷത്തിൻ്റെ പൂർണ്ണമായ ഗുണം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഈ രാശിക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രാശിക്കാരാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരും പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരും, ഈ രണ്ട് രാശിക്കാരും നാളത്തെ ചന്ദ്രദർശനത്തിന് ശേഷം കുറച്ച് കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഗ്രഹനിലകളിൽ മാറ്റങ്ങൾ കാരണം പണമിടപാടുകളിൽ ചെറിയ അശ്രദ്ധയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അശ്രദ്ധ വലിയ നഷ്ടമൊക്കെ വരുത്തി വെച്ചേക്കാം. അപ്പോൾ ബാങ്ക് വഴിയായാലോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയൊക്കെ നമ്മൾ പണം കൈമാറ്റമൊക്കെ ചെയ്യുമ്പോൾ 1-2 തവണ നല്ല രീതിയിൽ പരിശോധിച്ചിട്ട് വേണം കൈമാറ്റത്തിനായി ഈ രണ്ട് രാശിക്കാർ ഒരുങ്ങേണ്ടതായിട്ട്. അതേപോലെ ദൂരയാത്രകൾ, അനാവശ്യമായ ദൂരയാത്രകൾ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള ഡ്രൈവിങ്ങിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായി നിങ്ങൾ അല്പമൊന്ന് കെയർഫുള്ളായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങൾ മാറാനും ചന്ദ്രൻ്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം ലഭിക്കാനും വളരെ ലളിതമായ ചില പരിഹാരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നാളെ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റിന് ചന്ദ്രദർശനം നടക്കപ്പെടുമ്പോൾ മനസ്സിൽ ശുദ്ധിയോടെ വേണം ചന്ദ്രഭഗവാനെ വണങ്ങുവാനായിട്ട്. സാധിക്കുമെങ്കിൽ ഒരു പാത്രത്തിൽ അല്പം ജലമെടുത്ത് അതിൽ വെളുത്ത പുഷ്പങ്ങളിട്ട് ചന്ദ്രന് അർപ്പിക്കുന്നത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ മാനസിക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒരുപാട് സഹായകമാകുന്നതാണ്. നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കൊന്ന് കുറിച്ച് വെക്കുകയും അതേപോലെ തന്നെ അനുയോജ്യമായ മാർഗ്ഗങ്ങൾ എനിക്ക് മുന്നിൽ തെളിയിച്ചു തരണേ ഭഗവാനെ എന്ന് ചന്ദ്രദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാകുന്നു നാളത്തെ ദിവസം. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രാശിയും നക്ഷത്രവും ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ജ്യോതിഷപരമായ കൂടുതൽ കൃത്യമായ അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.